ഹലോ മച്ചന്മാരെ, വെൽക്കം ടു ടെക്സി ഐ ഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണമെന്ന് ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം പറയാം, എൻ്റെ വീഡിയോയ്ക്ക് അധികം സബ്സ്ക്രിപ്ഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇനിയും കാണണമെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കുറിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ടോപ്പിക്കിലേക്ക് വരുവാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, 20 വർഷം സ്വന്തം അച്ഛൻ 3 പെൺമക്കളെ ലൈംഗിക അടിമകളായിട്ട് വെച്ചു. ഇത്രയും ക്രൂരമായ ജീവിതത്തിന് അവസാനം സ്വന്തം പെൺമക്കൾ തന്നെ, അതായത് ഈ 3 പെൺമക്കൾ തന്നെ സ്വന്തം പിതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. 30ഓളം തവണ ക്രൂരമായിട്ട് അയാളെ കുത്തുകയും അതുപോലെ തന്നെ കുടം കൊണ്ട് തലയ്ക്കടിക്കുകയും കുരുമുളക് സ്പ്രേ മുഖത്തടിച്ചുമൊക്കെയാണ് സ്വന്തം പിതാവിനെ ഈ പെൺമക്കൾ കൊലപ്പെടുത്തിയത്. ഇദ്ദേഹത്തെ കൊന്നതിന് ശേഷം ഇതേ കൊലയാളികളായിട്ടുള്ള 3 പെൺമക്കൾ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തതാണ്. 20 വർഷം ലൈംഗിക അടിമകളാക്കിയ സ്വന്തം പിതാവിനെ പെൺമക്കൾ കൊന്നു. അത് 3 പെൺമക്കളാണ് ക്രൂരമായിട്ട് സ്വന്തം പിതാവിനെ കൊന്നത്. ഈ കൊലപാതകത്തിന് ശേഷം ഇതേ മക്കൾ ഇപ്പോൾ വിചാരണ നേരിടുകയാണ്. കൊലപാതകം നടത്തിയ ആ കുട്ടികളുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്റ്റീന ഗച്ചദുർഗയാൻ, ആഞ്ചല ഗച്ചദുർഗയാൻ, മറിയ ഗച്ചദുർഗയാൻ എന്നീ 3 പെൺകുട്ടികളാണ് സ്വന്തം പിതാവിനെ ക്രൂരമായി കൊലപ്പെടുന്നത്. മോസ്കോയിലാണ് മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഈ ഒരു വലിയ കൊലപാതകം നടന്നത്. മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ടെന്ന് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ കഥകൾ മുഴുവനായിട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കതിൻ്റെ ഏകദേശ രൂപം മനസ്സിലാവും. മിഖായൽ ഗച്ചദുർഗയാൻ എന്നുള്ള ആളെയാണ്, അതായത് സ്വന്തം പിതാവിനെയാണ് ഈ 3 പെൺമക്കൾ കൊലപ്പെടുത്തിയത്. അയാൾ പിടഞ്ഞു മരിക്കുമ്പോൾ ഈ 3 പെൺമക്കളും സന്തോഷത്തോടെ അവർ നോക്കി നിന്നു എന്നുള്ളതാണ് അവർ പോലീസിന് മൊഴി നൽകിയത്. ഈ സംഭവത്തിന് ശേഷം ഈ 3 പെൺകുട്ടികൾക്ക് വേണ്ടി നിരവധി ആളുകളാണ് നിയമ പോരാട്ടത്തിന് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു പ്രശ്നത്തിന് കാരണമായിട്ട് അവർ പറയുന്ന ഒരു വിഷയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 വർഷം നീണ്ടു നിന്ന ലൈംഗിക അടിമത്തവും അതുപോലെ തന്നെ വളരെ ക്രൂരമായ പീഡനവുമായിരുന്നു. 57-കാരനായ മിഖായൽ ഗച്ചദുർഗയാൻ എന്ന ക്രൂരനായ വ്യക്തി സ്വന്തം 3 പെൺമക്കളെ വീട്ടിൽ പൂട്ടിയിട്ട് ശാരീരികവും മാനസികവും ലൈംഗികപരവുമായിട്ട് വളരെ ക്രൂരമായ രീതിയിൽ പീഡിപ്പിക്കുകയായിരുന്നു. വീട്ടുജോലികൾ കൃത്യമായി ചെയ്തില്ലെങ്കിൽ, അതുമല്ലെങ്കിൽ ഈ മിഖായൽ ഗച്ചദുർഗയാൻ എന്നുള്ള ഇവരുടെ പിതാവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ലൈംഗിക സുഖം ഇവർക്ക് തരാൻ സാധിച്ചില്ലെങ്കിൽ വളരെ ക്രൂരമായ രീതിയിൽ അവർ ശാരീരികപരമായി ഉപദ്രവിക്കലും മുഖത്ത് കുരുമുളക് സ്പ്രേ തളിക്കലുമൊക്കെ ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ വിനോദങ്ങളെന്ന് പറഞ്ഞത്. പുറം ലോകമായിട്ടും അതുപോലെ സ്വന്തം മാതാവുമായിട്ടും ഈ 3 പെൺകുഞ്ഞുങ്ങൾക്ക് യാതൊരുവിധ ബന്ധവുമില്ലായിരുന്നു. 2018 ജൂലൈ 18-ാം തീയതിയാണ് ലോകം മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ വളരെ ക്രൂരമായ കൊലപാതകവും അതിൻ്റെ പുറകെയുള്ള ഇത്രയും പരമ്പരകളും ലോകം മൊത്തമാണ്. സത്യത്തിൽ ഒരു കൊല ചെയ്യപ്പെട്ട ആൾക്ക് കിട്ടുന്നതിലുപരി വളരെയധികം സഹതാപം ഈ 3 കുട്ടികൾക്ക് വേണ്ടിയാണ് ലോകമെന്നും പല രീതിയിലും എത്തുന്നത്. നിലവിൽ ഇപ്പോൾ ഈ 3 പെൺകുട്ടികൾ നിയമ നടപടി നേരിടുകയാണ്. 20 വർഷമാണ് ഈ പെൺകുട്ടികൾക്ക് ശിക്ഷ ലഭിക്കുന്നത്. കുറ്റാരോപിതരായിരിക്കുന്ന ഈ 3 കൊലയാളികൾ അല്ലെങ്കിൽ ഈ 3 പെൺകുട്ടികൾക്ക് നേരെ വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനമായ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊലപാതകം ആസൂത്രണം ചെയ്തു എന്നുള്ള തരത്തിലുള്ള ഒരു ആരോപണമാണ്. അല്ലെങ്കിൽ കോടതിയിൽ ഇവർക്ക് മെയിനായിട്ടും വന്നിരിക്കുന്ന ഒരു വെല്ലുവിളി അതാണ്. സംഭവം നടന്ന അന്നേ ദിവസം ഈ 3 പെൺകുട്ടികൾ വീട്ടുജോലി ചെയ്തിട്ടില്ല എന്നുള്ള പേരിൽ മിഖായൽ ഗച്ചദുർഗയാൻ ഇവരെ വളരെയധികം ശാരീരികമായി ഉപദ്രവിച്ചു എന്നാണ് ഇവർ പറയുന്നത്. ഏറെ സമയം ഈ കുട്ടികൾ ഉപദ്രവിച്ച് തളർന്നുറങ്ങിയ മിഖായൽ ഗച്ചദുർഗയാനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ഈ 3 പെൺകുട്ടികളും മുഖത്ത് കുരുമുളക് സ്പ്രേ തളിക്കുകയും അതുപോലെ വലിയൊരു കുടം കൊണ്ട് തലയിൽ മാരകമായി അടിക്കുകയും 30ഓളം തവണ കത്തി കൊണ്ട് കുത്തി ഇദ്ദേഹത്തിൻ്റെ കൊലപാതകം അവർ ഉറപ്പുവരും. ഇദ്ദേഹം മരിച്ചതിന് ശേഷം ഈ 3 പെൺമക്കളും പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുക. വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഈ പെൺകുട്ടികളുടെ അമ്മ പോലീസിനെ സമീപിക്കുകയുണ്ടായിരുന്നു. പക്ഷേ കേസെടുക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ കേസെടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാരണം ഉന്നയിച്ചുകൊണ്ട് ഈ അമ്മയെ പോലീസുകാർ മടക്കി അയക്കുകയാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ മിഖായൽ ഗച്ചദുർഗയാൻ എന്നുള്ള ആ ക്രൂരനായ പിതാവ് ആ അമ്മയെ വളരെ ക്രൂരമായി ഉപദ്രവിച്ച് ആ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുകയാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഈ 3 പെൺകുട്ടികളും 3 സ്ഥലത്ത്
അതായത് അവർക്ക് ഒരുമിച്ച് നേരിട്ട് കാണാൻ പറ്റത്തില്ല. 3 സ്ഥലത്ത് പ്രത്യേകമായിട്ടാണ് അവരിപ്പോൾ ജീവിക്കുന്നത്. ഈ 3 പെൺകുട്ടികളെ ശിക്ഷിക്കരുത്, അല്ലെങ്കിൽ ഈ 3 പെൺകുട്ടികളെ നിയമത്തിൻ്റെ കീഴിൽ നിന്ന് അവരെ സ്വതന്ത്രമാക്കണമെന്ന ഒരു അഭിപ്രായവുമായി വളരെ വലിയ പ്രക്ഷോഭമാണ് അവിടെ അവർ സംഘടിപ്പിച്ചത്. വലിയൊരു പ്രക്ഷോഭങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് കുറ്റം ചെയ്തിട്ടുള്ള കുറ്റവാളികൾക്ക് കർശനമായ ശിക്ഷ കൊടുക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റാൻഡിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ശിക്ഷയല്ല, പകരം ഈ 3 കുട്ടികൾക്കും അല്ലെങ്കിൽ ഈ 3 പെൺകുട്ടികൾക്കും കൗൺസിലിംഗ് ആണ് കൊടുക്കേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുമായിട്ട് ഇപ്പം മുന്നോട്ട് വന്നിരിക്കുക. ഗാർഹിക പീഡനത്തിനെതിരായി കൃത്യമായ ഒരു രീതിയിലുള്ള നിയമങ്ങളും ഇപ്പോൾ നിലവിൽ റഷ്യയിൽ ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഗാർഹിക പീഡനം അതൊരു കുടുംബ പ്രശ്നമാണ് എന്നുള്ള തലത്തിലാണ് അവിടുത്തെ പോലീസുകാർ അത്തരത്തിലുള്ള കേസുകളെ അവർ കാണുന്നത്. അങ്ങനെ അവർ കാണുന്നത് കൊണ്ട് ആണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും റഷ്യയിൽ തുടർക്കഥയായിട്ട് വരുന്നത് എന്നുള്ള അഭിപ്രായം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിഷേധക്കാർ ശക്തമായ രീതിയിൽ ഇതിനെതിരായിട്ട് പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവരുന്നത്. നിലവിൽ സ്ത്രീ വിമോചന പ്രവർത്തകരുൾപ്പെടെ 3 ലക്ഷത്തിലധികം ആളുകളാണ് ഈ 3 പെൺകുട്ടികളുടെ നിരപരാധിത്വം അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടണമെന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു കാര്യവും പറഞ്ഞുകൊണ്ട് അവരവിടെ പ്രക്ഷോഭം നടത്തും. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പോൾ ഈ വിഷയം ശരിക്കും അധികം ആരും എടുത്ത് ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്ക് കമൻറ്റ്സ് കുറവാണ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ കുറവാണ് എന്നൊക്കെ ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലേ തുടർന്നും വീഡിയോ ഇടാനുള്ള ഒരു ആർജവം എനിക്കുണ്ടാവും. നിങ്ങൾ കമൻ്റ് ഇടുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഓരോന്നായിട്ട് ഞാൻ ഇടും. നിങ്ങൾ പറയുമ്പോൾ അതെല്ലാം ഞാനത് തിരുത്തിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ